ഫാഷൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് പ്രിൻസസ് കട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ വീണ്ടും വീഡിയോ ഇടാനായിട്ട് വന്നേക്കുവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പഴയതുപോലെ തന്നെ. നമ്മൾ 1 മീറ്റർ തുണിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. 1 മീറ്റർ തുണി നമ്മൾ നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു 34 സൈസിൻ്റെ ബ്ലൗസാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. 34. ആദ്യം തന്നെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് ഇറക്കവും വണ്ണവും മാർക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ബാക്കിൻ്റെ ഇറക്കമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ബാക്ക് പീസിൻ്റെ ഇറക്കം. ബാക്ക് പീസിൻ്റെ ഒരു 13.5 ഇറക്കമാണ് നമുക്ക് വേണ്ടത്. 13.5 ഇഞ്ചാണ്. 13.5 ഇഞ്ച് ഇറക്കമാണ് നമുക്ക് ബാക്കിൽ വേണ്ടത്. വണ്ണം എന്ന് പറയുന്നത് നമ്മളുടെ 34 എന്ന് പറയുമ്പോൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 8.5 വണ്ണം വരും. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ 13.5 ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് തയ്യൽ കൂടെ ചേർത്തിട്ട് 14.75 14.4 13.5 14.4 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 14.4 ബാക്ക് ഓപ്പണാണ് നമ്മൾ ചെയ്യണത്. അപ്പം 8.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ആ 8.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ കൂടെ ചേർത്തിട്ട് 10.5 ഇഞ്ചാണ് വണ്ണം മാർക്ക് ചെയ്യണത്. 10.5 ഇഞ്ച്. അപ്പോൾ 3/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് 3/4 ഇഞ്ച് എടുക്കുന്നത്. 10.5 ഇഞ്ച് നമ്മൾ വണ്ണം. അപ്പോൾ നമുക്ക് കിട്ടി, ഇറക്കവും വണ്ണവും കിട്ടി ബാക്ക് പീസിൻ്റെ. ഇനി ബാക്ക് കഴുത്തകലം. ബാക്ക് കഴുത്തകലം നമ്മളൊരു 3 ഇഞ്ചാണ് ബാക്ക് കഴുത്തകലം എടുക്കുന്നത്. ഷോൾഡർ 2.25. 2.25 ഷോൾഡറിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് 3.25 ഷോൾഡർ എടുക്കുന്നത്. 2.25 കൂടെ 3/4 ഇഞ്ച് കൂട്ടിയിട്ട് 3 ഇഞ്ച്. 3 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത്. 2.25 3/4 3 ഇഞ്ച്. 3 ഇഞ്ച് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് അതിൽ കൈക്കുഴി ആംപോളാണ്. കൈക്കുഴി നമ്മൾ സാധാരണ ഒരു 5.5 5.15 5.5ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പം പ്രിൻസസ് കട്ടിനാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു 5.75 എടുക്കാം. 4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് വേണം 4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് കുഴിച്ച് വെട്ടുന്നത് 1 ഇഞ്ച്. 1 ഇഞ്ച് നമ്മൾ ഉള്ളിൽ കൂടെ തന്നെ എടുത്താൽ മതി. അപ്പം കൈക്കുഴി നമുക്ക് കിട്ടി. ഇനി കഴുത്ത് താഴ്ചയാണ് നമ്മൾ എടുക്കുന്നത്. കഴുത്ത് താഴ്ച നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് ഓപ്പൺ ആകുമ്പോൾ ഇത്തിരി കഴുത്തൊക്കെ ഒരു 9 9.5 ആണെങ്കിലും എടുക്കാം. അപ്പം ഇറക്കം ഇവിടെ ബാക്കിൽ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇവിടുത്തെ വീതി നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം 4 ഇഞ്ച് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടുള്ളത് ബാക്കി നമുക്ക് എടുക്കാം. അതല്ല കഴുത്തിൻ്റെ താഴ്ച നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. 2 രീതിയിൽ നമുക്ക് കഴുത്തെടുക്കാം. ഇവിടെ ഒരു 9.5 ഞാൻ എടുക്കുവാണ്. 9.5 പോയിട്ട് നമുക്കൊരു 4 4.25 നമുക്കിവിടെ കിട്ടും. ഇത് റൗണ്ട് ഷേപ്പ്. റൗണ്ട് ഷേപ്പ് എടുത്ത് അപ്പം ബാക്ക് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു 3.5 ഇഞ്ച് 4 ഇഞ്ച് നീക്കിയിട്ട് 4 ഇഞ്ച് നീക്കിയിട്ട് ലെങ്ത് ഒരു 4.5 ഇഞ്ച് ലെങ്ത്തിൽ 4.5 ഇഞ്ച് ലെങ്ത്തിൽ ബാക്കിൽ ടക്കിടും. ഒരു 1/2 ഇഞ്ച് വീതിയിൽ.
1 ഇഞ്ച് വീതിയിൽ നമ്മളൊരു ടക്കിട്ടു. ഇപ്പോൾ ബാക്കായി. ഇനി നമുക്ക് ഫ്രണ്ട് എടുക്കാം, ഫ്രണ്ട് പാർട്ട് എടുക്കാം. ആദ്യം ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം. ബാക്ക് പീസ് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വരക്കാം. 13.5 ഇഞ്ച് ഇറക്കമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 13.5 ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഫ്രണ്ടിൽ കൂട്ടി 14 കാലെടുത്തായിരുന്നു. ഇത് നമ്മൾ 15 എടുക്കണം. 15 ഇഞ്ച് ഇറക്കം എടുക്കണം. നമ്മൾ ഫ്രണ്ടിലത്തെ പീസാകുമ്പോൾ നമ്മൾ 15 ഇഞ്ച് ഇറക്കാം. 13.5യുടെ കൂടെ 1.5 ഇഞ്ച് ഇറക്കം കൂട്ടിയിട്ടാണ് നമ്മൾ 15 ഇഞ്ച് ഇറക്കം ഫ്രണ്ടിലെത്തും. അപ്പോൾ 10.5 നമ്മൾ ബാക്ക് പീസിൽ നമ്മൾ എടുത്തേക്കുന്നത് 10.5. ആ 10.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു 1.5 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 12 ഇഞ്ച് ഇറക്കമാണ് നമ്മൾ ഫ്രണ്ടിലെടുക്കേണ്ടത്. ഒരു ഇഞ്ചായാലും മതിയാവും. നമ്മൾ ഇച്ചിരി കൂടുതൽ ഇട്ടേന്ന് വെച്ചാൽ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലൗസ് എത്താതെ വരരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ 1.5 ഇഞ്ച് കൂട്ടാൻ പറയുന്നത്. 1 ഇഞ്ച് കൂട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ 2 ഇഞ്ച് ബാക്കിൻ്റെ കൂടെ കൂട്ടി ഫ്രണ്ടിൽ 3 ഇഞ്ച് കൂട്ടിയാലും മതിയാവും. അപ്പം ഞാനിപ്പോൾ 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്തെന്നില്ല. 1 ഇഞ്ച് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇനി നമ്മൾ ഇറക്കം നമ്മൾ 15 എടുത്ത് വണ്ണം നമ്മൾ 12 എടുത്ത്, ബാക്കിൽ 10 ഫ്രണ്ടിൽ 12. ഇനി കഴുത്തകലം നമ്മൾ ഫ്രണ്ടിലെടുത്ത കഴുത്തകലം തന്നെ നമുക്ക് ബാക്കിലെടുത്ത കഴുത്തകലം തന്നെ നമുക്ക് ഫ്രണ്ടിലെടുക്കാം. അപ്പോൾ 3 ഇഞ്ച് കഴുത്തകലം എടുത്ത് 2.25 നമ്മൾ ഷോൾഡർ എടുത്തത്. 3/4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 3 ഇഞ്ച് ഷോൾഡർ എടുത്ത് കൈക്കുഴി നമ്മൾ 5.25 കൈക്കുഴി എടുത്ത്. ഇനി ഫ്രണ്ട് കൈക്കുഴി നമുക്ക് ഇത്തിരി കുഴിച്ച് വെട്ടാം. ഇങ്ങനെ 1/2 ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് ഫ്രണ്ട് കൈക്കുഴി. ബാക്കിൽ കുഴിച്ച് വെട്ടണമെന്നില്ല, ഫ്രണ്ടിൽ മാത്രം നമുക്ക് ഇത്തിരി കുഴിച്ച് വെട്ടാം. ഇനി ഫ്രണ്ട് കഴുത്ത് കാഴ്ച ഒരു 6 ഇഞ്ച് ഫ്രണ്ട് കഴുത്ത് കാഴ്ച. കഴുത്തകലം നമ്മൾ 3 തന്നെ എടുക്കുക. സ്ക്വയർ വരക്കുക. കഴുത്തകലം ഇപ്പോൾ കൂടുതലെടുത്തത് കാരണം നമുക്ക് ഇതിൻ്റെ അകത്തൂടെ തന്നെ നമ്മൾ റൗണ്ട് ഷേപ്പ് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ തന്നെ എടുത്താൽ മതി. ഇനി നമുക്ക് ടക്സാണ്. ടക്സ് നമ്മൾ 3 ഇഞ്ച്. നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ 3.5 ഇഞ്ച് നീക്കിയെടുക്കണം. ഇത് ഫ്രണ്ട് ഓപ്പൺ അല്ല, നമുക്ക് ബാക്ക് ഓപ്പൺ ആണ്. ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് നമുക്കൊരു 3.5 ഇഞ്ച് അകലം മാർക്ക് ചെയ്ത്. അപ്പോൾ ഇവിടുന്ന് വെളിയിൽ നിന്നൊരു 10, 9.5, 10 ആയിരിക്കും നമുക്ക് ടക്സ് വരുന്നത്. 9.5, 10, 9.5 നമ്മൾ മാർക്ക് ചെയ്ത് 9.5 മാർക്ക് ചെയ്ത് 3.5 കൊണ്ടുവന്ന് വേണം ഈ 9.5 മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഇവിടുന്നൊരു 1.25 ഇഞ്ച് ടക്കിന് വേണ്ടിയിട്ട്. കൈക്കുഴി ഒരു 5.5 ഇഞ്ച് കൈക്കുഴി. ഈ കൈക്കുഴിയിൽ നിന്ന് മാർക്ക് ചെയ്തതിൽ നിന്ന് ഒരു കർവ് ഷേപ്പ് ഒരു 1/2 ഇഞ്ച് ഇതിലിട്ടാണ് നമ്മൾ
ഇത് ചെയ്യേണ്ടത്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ്. ഇത് നമ്മുടെ ഈ ടെക്സ് കട്ട് ചെയ്തു. അപ്പോൾ ഈ പീസ് നമുക്ക് ആവശ്യമില്ല. എന്താ ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് പീസ് കിട്ടുന്നത്. നമുക്ക് കൈ വെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കൈ വെട്ടാനായിട്ട് ഒരു പീസ് ഇത് നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട് ഉണ്ടോ, നല്ല വശം നമ്മൾ പുറമേ കാണിച്ചുകൊണ്ട് 4ആയിട്ട് മടക്കിയിട്ട്, ഇതാണ് നല്ല വശം. നല്ല വശത്താണ് ഞാനിത് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇറക്കം ഒരു ചെറിയ കൈയാണ് നമ്മൾ വെക്കുന്നത്. ഒരു 3 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഒരു 1.25 ഇഞ്ച് തയ്യൽത്തും കൂടെ ചേർത്തിട്ട് 4.25 ഇഞ്ച് വണ്ണം, ഒരു 9 ഇഞ്ച് വണ്ണം എടുത്ത്, കൈയുടെ വണ്ണം 9 ഇഞ്ചും 4.25 ഇറക്കും. ഒരു 3 ഇഞ്ച് താത്തിയിട്ട് നമുക്കൊരു കർവ് ഷേപ്പ് കൊടുക്കാം. ഇവിടുന്ന് നമുക്ക് 1 ഇഞ്ച് ഒന്ന് ചരിച്ചിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം. ഫ്രണ്ട് കൈക്കുഴി വരുന്ന സ്ഥലത്ത് നമുക്ക് ഫ്രണ്ട് പാർട്ട് വരുന്ന സ്ഥലത്ത് ഒരു കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കാണിച്ച് കുഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വശമായിരിക്കും നമ്മുടെ ഫ്രണ്ട് വരുന്നത്. ഇത് ലെഫ്റ്റിൽ വരും, ഇത് റൈറ്റിൽ വരും. അപ്പോൾ കൈയുമായി നമുക്ക് ലൈനിങ്ങും അതുപോലെ തന്നെ സെയിം. നമുക്ക് ലൈനിങ്ങാണ് വെട്ടേണ്ടത്. ലൈനിങ് വെട്ടുമ്പോഴത്തേക്ക് ബാക്ക് പീസിൽ ഒരു 1.25 ഒരു പീസ് വേണം. നമുക്ക് ബാക്കിലേക്ക് അടിച്ചു മറിക്കാൻ വേണ്ടിയിട്ടാണ് 1.25 ഒരു പീസ്. അതാണ് കട്ട് ചെയ്ത് മാറ്റി. നമ്മൾ ബാക്ക് പീസ് എടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വെട്ടിയാൽ മതി ഫ്രണ്ട് പീസ്. ടെക്സിൻ്റെ ഭാഗം മാത്രം നമ്മൾ
നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ വെട്ടി ഇനി ബാക്ക് പീസിൻ്റെ ബാക്കിലേക്കുള്ളതാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ 1.5 ഇഞ്ചിൻ്റെ പീസ് ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിക്കാനായിട്ട് ബാക്കിലേക്കുള്ളത്. ഇനി ഫ്രണ്ടിലേക്ക് നമ്മൾ 2.5 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുക്കും. രണ്ടര ഇഞ്ചിൻ്റെ ഒരു പീസാണ് ഫ്രണ്ടിലോട്ട് നമ്മൾ എടുക്കുന്നത്. രണ്ടര ഇഞ്ചിൻ്റെ ഒരു പീസ് ഫ്രണ്ടിൽ താഴെ പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2.5 പീസ് എടുക്കുന്നത്. നമുക്ക് ബാക്കിലേക്ക് ഹുക്ക് വയലും പിടിപ്പിക്കാനായിട്ട് ഹുക്കിന് 2.5 ഇഞ്ചിൻ്റെ ഒരു പീസാണ് വേണ്ടത്. അതിക്ക് 1.5 ഇഞ്ചിൻ്റെ ഒരു പീസ് 1.5 ഇഞ്ചിൻ്റെ ഒരു പീസാണ് അതിക്ക് വേണ്ടത്. ഹുക്ക് പിടിപ്പിക്കാനായിട്ട് 1.5, അരി പിടിപ്പിക്കാനായിട്ട് 2 പീസ്. ഇത് നമുക്ക് ക്രോസ് പീസാണ് വേണ്ടത്. കഴുത്തിന് നെക്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് പീസ്. ക്രോസ് പീസ് എന്ന് വെച്ചാൽ ഇങ്ങനെ കോണോട് കോണിട്ടിട്ട് കട്ട് ചെയ്യണതാണ് ക്രോസ് പീസ്. ഒരു 1.25 വീതിയിൽ മതി ക്രോസ് പീസ്. എന്തോരം നമുക്ക് കഴുത്തിന് ചുറ്റിനും വേണമെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ക്രോസ് പീസ് എടുക്കാനായിട്ട്. നമുക്ക് എല്ലാ പീസും ആയിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.